ഹൈക്കോടതിയിൽ CMRLന് കനത്ത തിരിച്ചടി. എക്സാലോജിക് CMRL ഇടപാടിൽ ED അന്വേഷണത്തിന് സ്റ്റേയില്ല. അതേസമയം അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് CMRനോട് കോടതി. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRന് രേഖകൾ നൽകാം. കുറ്റകൃത്യം ഇല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതിയുടെ ചോദ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും വി വിനീഷും ചേരുകയാണ്. ആദ്യം രേഷ്മ ബാബുലേക്ക്. രേഷ്മ, കനത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം സുഗമമായി നടക്കട്ടെ, നിങ്ങൾ എന്തിന് ഭയക്കുന്നു എന്ന രീതിയിലുള്ള ചോദ്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതല്ലേ? അതെ സുരേഷ്, CMRLന്റെ അപ്പീൽ പരിഗണിച്ച സമയത്താണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വിമർശന രൂപേണയുള്ള ചോദ്യങ്ങൾ ഉണ്ടായത്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ CMRLന് വേണ്ടിയിട്ട് ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ സിദ്ധാർത്ഥ ലൂത്രയോടാണ് ഈ അന്വേഷണം തുടരാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. നിരപരാധിത്വം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും CMRLന് അത് വ്യക്തമാക്കാനായിട്ട്, അത് വിശദീകരിക്കാനായിട്ട് രേഖകൾ EDക്ക് മുന്നിൽ സമർപ്പിക്കാം. കുറ്റകൃത്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് CMRLനോട് ചോദിക്കുകയുണ്ടായി. അതുമാത്രമല്ല, EDയുടെ അന്വേഷണത്തിന് ഇന്ന് സ്റ്റേ ഇടക്കാല ഉത്തരവ് ഇറക്കാൻ ആകില്ല, സ്റ്റേ ഇല്ല. പകരം വിശദമായിട്ട് തന്നെ ഇന്ന് വാദം പൂർത്തീകരിക്കാമെന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. അതായത് CMRLന്റെ ഭാഗവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകന്റെ ഭാഗവും ഹൈക്കോടതി ഇന്ന് കേൾക്കും. അതിനുശേഷം അന്തിമമായിട്ടൊരു ഉത്തരവിലേക്ക് ഹൈക്കോടതി കടക്കുകയായിരിക്കും ചെയ്യുക. കാരണം 2024 മുതലുള്ള ഒരു ഹർജിയാണ് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ചെറിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന് ഹൈക്കോടതി തന്നെ വാക്കാൽ പരാമർശം നടത്തുകയായിരുന്നു. ED പറഞ്ഞത് ഈ മറുപടി നൽകാനായിട്ടൊന്നും തന്നെ, മറുപടി വാദത്തിനായിട്ട് കൂടുതൽ സമയമൊന്നും തങ്ങൾക്ക് വേണ്ട, ഇന്ന് തന്നെ അന്തിമവാദം പൂർത്തീകരിക്കാമെന്നുള്ള ഇവിടെ ഈ ED അന്വേഷണം അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അവിടെ കൃത്യമായ നിലപാട് ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചിരുന്നു. അത് തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോഴും ചെയ്തത്. പക്ഷേ കേസിന്റെ ഗതിവിഗതികളെ തിരിച്ചുവിടാനുള്ള ഒരു നീക്കമാണ് CMRL ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വീണ വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇടതുമുന്നണി അപ്പാടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഏറ്റ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഈ കോടതിയുടെ നിരീക്ഷണമെന്ന് നമുക്ക് പറയാം, അല്ലേ? അതെ സുരേഷ്, നേരത്തെ EDയുടെ അന്വേഷണം തുടരാമെന്നുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നതിന് തൊട്ട് പിന്നാലെയായിരുന്നു അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളുടെയും ഭാഗമായിട്ട് ED പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ വീണ വിജയന്റെയും വീടുകളിൽ റെയ്ഡ് നടന്നത്. സംസ്ഥാനത്തെമ്പാടും 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. ഇതിന് തടയിടുക, പ്രത്യേകിച്ച് വീണയ്ക്ക് സമൻസ് നൽകി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുക എന്നുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ED അന്വേഷണ സംഘം കടക്കുന്നതിനിടയിൽ തന്നെയാണ് CMRL ഇതിന് തടയിടാൻ വേണ്ടിയിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. EDക്ക് അന്വേഷിക്കാനായിട്ട് അധികാര പരിധിയില്ല. EDക്ക് SFIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനായിട്ട്, PML ആക്ട് പ്രകാരം നടത്താനായിട്ട് യാതൊരുവിധ അധികാരവും ഇല്ല എന്നുള്ളതായിരുന്നു CMRLന്റെ വാദം. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണത്തെ എന്തിനാണ് CMRL ഭയപ്പെടുന്നത് എന്ന അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ഈ അന്വേഷണം തുടരുന്നതിൽ എന്താണ് തെറ്റ്? അതുമാത്രമല്ല, ഈ നിരപരാധിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രേഖകൾ ഉണ്ടെങ്കിൽ അത് EDക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അത് സമർത്ഥിക്കാനായിട്ടുള്ള അവകാശവും സ്വാതന്ത്ര്യവും CMRLനുണ്ട്. അതെന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല? ഇത് ഉൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ CMRLന്റെ അഭിഭാഷകരോട് ഹൈക്കോടതി ചോദിച്ചു. പക്ഷേ CMRLന് പറയാനായിട്ടുണ്ടായിരുന്നത് EDയുടെ അന്വേഷണ അധികാര പരിധിക്ക് പുറത്താണ്. ED സമൻസ് അയച്ചതിൽ തെറ്റുണ്ട്. ED ചില കാര്യങ്ങളിൽ തങ്ങളെ നിർബന്ധിക്കുന്നു. പകരം EDയുടെ സമൻസിന്മേൽ ഈ മറുപടി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ആ സമൻസിനനുസൃതമായിട്ട് കൃത്യമായ രേഖകൾ സമർപ്പിക്കാനായിട്ടോ CMRLന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം ഇതുവരെ അവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഹൈക്കോടതി മറ്റ് ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. ഈ SFIO അല്ലാതെ മറ്റ് ഏജൻസികൾ അന്വേഷിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഇത് സംബന്ധിച്ച്, ഈ മാസപ്പടി ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ EDക്ക് ലഭിക്കാം. അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യമായിട്ട് ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോഴും CMRLന്റെ വാദം തുടരുന്നുണ്ട്. അതിൽ
അതിൽ അവർ പറയുന്നത് നേരത്തെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ മാസങ്ങളോളം ഈ ഹർജി നിലനിൽക്കെ തന്നെയാണ് SFIO റിപ്പോർട്ട് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ED ഒരു അധിക സത്യവാങ്മൂലം നൽകി. അപ്പോൾ മാത്രമാണ് ഈ ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനത്തിൽ EDക്ക് അന്വേഷണം നടത്താനായിട്ടുള്ള അധികാരം വരുന്നത്. പക്ഷേ ഈ സത്യവാങ്മൂലത്തിന്മേൽ ഒരു മറുപടി നൽകാനായിട്ട് തങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നു, അത് അനുവദിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധിയിന്മേൽ ഒരു പാകപ്പിഴവുകൾ സംഭവിച്ചു എന്നുള്ളതാണ് CMRന്റെ ഒരു വാദമായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നതിൽ എന്താണ് ഇത്ര വിമുഖത ഉള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും CMRന് മറുപടിയില്ല. ആ അന്വേഷണത്തെ അവർ പൂർണ്ണമായിട്ടും ഭയപ്പെടുകയാണ്. എന്തായാലും ഈ കുറ്റകൃത്യം നടത്താത്ത പക്ഷം സ്വാഭാവികമായിട്ടും ക്ലീൻ ചിറ്റ് നൽകും. അങ്ങനെ വരുമ്പോൾ അതൊരു നടപടിക്രമമായിട്ട് മാത്രം കണ്ടാൽ പോരെ എന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും EDയുടെ അന്വേഷണം അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു CMR ഉന്നയിച്ച ആദ്യ ആവശ്യം. പക്ഷേ ആ ആവശ്യത്തോട് ഹൈക്കോടതി നിസ്സഹകരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെയാണ് ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിരാകരിച്ചിരിക്കുന്നത്. ഒപ്പം കൃത്യമായ ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഭയം? അന്വേഷണം നടക്കട്ടെ, നിങ്ങൾ തെറ്റുകാരല്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നുള്ള ചോദ്യം. അതായത് CMRൽ പലതും മറച്ചുവെക്കുന്നുണ്ട്, പലതും ഭയക്കുന്നുണ്ട് എന്ന് കോടതിക്ക് തന്നെ വ്യക്തമായ ഒരു സാഹചര്യം എന്ന രീതിയിൽ കൂടി വേണം ഇതിനെ വിലയിരുത്താൻ. വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. വിനീഷ്, ഇവിടെ EDയുടെ അന്വേഷണം നടക്കുമ്പോൾ എത്രത്തോളം പ്രതിരോധമാണ്, അതിക്രമമാണ് CPM നടത്തിയത് നമ്മൾ കണ്ടതാണ്. അവിടെ വീണ രക്ഷിക്കണം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കണം, CPMന്റെ പ്രതിച്ഛായ തന്നെ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ കൃത്യമായ രീതിയിൽ CMRലുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് തടയണമെന്നുള്ള ഒരു നിലപാടാണ് കമ്പനി സ്വീകരിച്ചത്. പക്ഷേ അതിന് അതിശക്തമായൊരു പ്രഹരം തന്നെയാണ് കോടതിയുടെ ഭാഗത്തിനും ഉണ്ടായത്. രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതോടൊപ്പം തന്നെ ആ രീതിയിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി. അതുകൊണ്ട് ഇത് CMRൽ നിന്ന് കമ്പനിക്കേറ്റ പ്രഹരം എന്ന രീതിയിൽ മാത്രമല്ല, ഇടതുപക്ഷത്തിനും അവർ നടത്തിയ അതിക്രമത്തിനും ഏറ്റ ഒരു പ്രഹരം കൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ. രാഷ്ട്രീയമായി ആ രീതിയിൽ കൂടി ഇതിനെ നമുക്ക് വിലയിരുത്താം, അല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റത് പിണറായി വിജയനും പിണറായിയുടെ മകൾ വീണയ്ക്കുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച CPM നേതൃത്വത്തിനാണ്, ഇടതുപക്ഷത്തിനുമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം പിണറായിയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിലൂടെ CPM നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പിണറായിയെ രക്ഷിക്കാനായി CPM നേതൃത്വം പ്രത്യേകിച്ച് EDക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ രീതിയിൽ CPMന് തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, CPMന്റെ ഒരുവിധമുള്ള തിരുവനന്തപുരം ജില്ലയിലെ, തിരുവനന്തപുരം സിറ്റിയിലെയും സമീപ പ്രദേശത്തെയും ഗ്രാമീണ മേഖലകളിലേക്ക് CPMന്റെ ഏറ്റവും വലിയ ഗുണ്ട നേതാക്കൾ എന്നറിയപ്പെടുന്ന നിരവധി കേസുകളിലെ ക്രിമിനലുകളായ നിരവധി പേർ തന്നെയാണ് ഈ ഒരു പ്രതിരോധം തീർക്കാനായി ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനായി എത്തിയത്. ഈ ആക്രമിക്കാനായി എത്തിയ ഏകദേശം 22-ലധികം നേതാക്കളെ, CPM നേതാക്കളെയും ഗുണ്ടകളായ CPM പ്രവർത്തകരെയും ഇപ്പോൾ തന്നെ നിലവിൽ പോലീസ് പിടികൂടി റിമാൻഡിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയും നിരവധി പേരെ പിടികൂടാനുണ്ട്. പക്ഷേ അത് ചിലരെയൊക്കെ രാഷ്ട്രീയ സ്വാധീനം മൂലം ഒഴിവാക്കാനുള്ള ശ്രമവും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതേസമയം തന്നെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ പ്രഹരം തന്നെയാണ് ഈ വിഷയത്തിൽ CPM നേതൃത്വത്തിന് ഏറ്റിരിക്കുന്നത്. കാരണം പിണറായി വിജയനെ സംരക്ഷിക്കാനായി, പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന ഒരു സ്വരം ഉയർത്തിക്കൊണ്ട് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സൃഷ്ടിക്കുമ്പോഴും വീണയ്ക്കെതിരെ നടക്കുന്ന കേസിൽ പിണറായിക്ക് സംരക്ഷണം ഒരുക്കുമ്പോൾ അത് അണികൾക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുയരുന്ന സാഹചര്യം. CPMന്റെ സാധാരണക്കാരായ പ്രവർത്തകർ എന്തിനാണ് വീണയ്ക്കെതിരെ ED അന്വേഷണം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നടന്നു കഴിഞ്ഞാൽ മടിയിൽ കനവുമില്ലാത്തവൻ എന്തിന് പേടിക്കണമെന്ന് അണികൾ വരെ ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇനി EDയെ നേരിടാൻ
പിണറായിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ അതിൽ അണികൾ കൂടുതലായി സഹകരിക്കില്ല എന്ന മനോഭാവം തന്നെയാണ് ഒട്ടുമിക്ക അണികൾക്കിടയിലും ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പാർട്ടിയും കൂടി ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന സാഹചര്യം. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഡൽഹിയിൽ മാർച്ച് നടത്തി പോലീസിൽ അറസ്റ്റ് വരിക്കുന്ന ഒരു സാഹചര്യം. ആ അറസ്റ്റ് വരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായിക്കെതിരെയുള്ള ED-യുടെ വലിയ നരനാരായിട്ട് എന്ന പ്രചരണം സംസ്ഥാനത്ത് നടത്തുന്നു. അതൊക്കെ തന്നെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വീണയ്ക്കെതിരെ കേസ് നടക്കുന്നു, അന്വേഷണം നടക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷിക്കട്ടെ എന്ന നിലപാട് സാധാരണക്കാരായ CPM പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ED മറ്റു നടപടിയിലേക്കോ അറസ്റ്റിലേക്കോ ഒക്കെ കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി സമൻസ് നൽകി ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ CPM-ന് പ്രതിഷേധവുമായി മുന്നോട്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള നിസ്സംഗത പാലിച്ചു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതും സംസ്ഥാന പോലീസിനും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സാഹചര്യങ്ങളിൽ ED ഒരു എൻക്വയറിയുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ED-യെ പ്രതിരോധിക്കാൻ CPM അണികളെ കിട്ടാതെ CPM നേതൃത്വം പെടാപ്പാടുപെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് യാഥാർത്ഥ്യം. CMR-നോട് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ, വിമർശനങ്ങൾ അത് CPM-ന് കൂടി ബാധകമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വീണയും സംരക്ഷിക്കുന്ന CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാടിനേറ്റ അതിശക്തമായ പ്രഹരം കൂടിയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നതാണ് ഏറ്റവും സത്യം. വി വിനീഷാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.